ഹായ് ഓൾ വെൽക്കം ബാക്ക്. കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട് എല്ലാം ഷൂട്ട് ചെയ്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഭയങ്കര ചൂടല്ലേ, എന്തൊരു ചൂടാകത്തായാലും പുറത്തായാലും. ഈ വേനൽക്കാലത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് ചക്കയും മാങ്ങയൊക്കെ എല്ലാവർക്കും കിട്ടി തൃപ്തിയായി തോന്നണല്ലേ. പിന്നെ നമുക്കിവിടെ കുറേ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചാമ്പയ്ക്ക പക്ഷെ കഴിക്കാൻ ആളില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കാൻ പുറത്ത് പോയേക്കല്ല. അതുപോലെ അടുത്തും വീട്ടിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ പുറത്ത് ജോലിക്കും പഠിക്കാനൊക്കെ പോയതുകൊണ്ട് ഇപ്പോൾ ആരും കഴിക്കാനൊന്നുമില്ല. ജസ്റ്റ് പോയി ഒന്നോ രണ്ടോ പറിച്ച് തിന്നുന്നല്ലാതെ അങ്ങനെയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കും, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കും. പക്ഷെ ബാക്കിയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഐറ്റം എന്ന് പറയുന്നത് ക്രാബാണ്. ക്രാബ് നിങ്ങൾക്ക് നന്നാക്കാൻ അറിയാം. ഞാൻ ഇതിന് മുന്നേ ഈ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ക്രാബിനെ നന്നാക്കി എടുക്കാമെന്നുള്ളതും ഒക്കെ ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ചെറിയ ക്രാബാണ് കേട്ടോ. നമുക്ക് നന്നാക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ഇത് നന്നാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലതിങ്ങനെ കൈയൊക്കെ ഞാൻ കുറച്ചും കൂടി ഒടിച്ച് എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ക്രാബ് റോസ്റ്റ് ഈസി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ്. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി. പിന്നെ ഞാനിതിനൊരു പേസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ചിട്ടാൽ മതി, കുറേ ഇടണ്ട. 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫിഷ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഏത് മസാലയും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ബ്രാൻഡിനെ ഒന്നും ഞാൻ കാണിക്കുന്നതല്ല. ഞാൻ കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർക്കും. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കാം. നമുക്ക് ഇച്ചിരി പുളി വെള്ളവും വേണം. അത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. കണ്ടൊരു ടിഫിൻ പാത്രത്തിൽ ഞാൻ പുളി വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കാം. ഇനി നമുക്ക് പാത്രം ചൂടാക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് സവോള ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സവോളയൊക്കെ നമുക്ക് വഴറ്റി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നമ്മുടെ സവോള നന്നായി ഒന്ന് വഴറ്റിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂൺ നമ്മുടെ മസാല പേസ്റ്റ് ഉണ്ട് കേട്ടോ. വെള്ളം ചേർത്ത പേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 2, 3, 4 മിനിറ്റൊക്കെ നന്നായി ചൂട് കയറിയതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി കുക്കാവണം. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി കുക്കായി സോഫ്റ്റായി എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തേക്ക് കിടക്കാം. ടൊമാറ്റോസ് നന്നായി കുക്കായി എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
ഗ്രേവിക്കും നമ്മൾ ഇടാൻ പോകുന്ന ക്രാബിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ക്രാബ് ഇട്ട് ഒരു 5 മിനിറ്റ് മതി ക്രാബ് വേവാനായിട്ട്. ആ ഒരു നിറം ക്രാബിൻ്റെ പച്ച ഇരിക്കുമ്പോൾ ഉള്ളൊരു നിറം ഉണ്ടല്ലോ, അത് മാറി ഒരു റെഡ് കളറ്. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞതിന് വീണ്ടും നമുക്ക് എണ്ണ തെളിയുന്നത് വരെ കുക്കാക്കി എടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തിളച്ച് എണ്ണ തെളിഞ്ഞത് കണ്ടതിന് ശേഷം നമുക്ക് ക്രാബ് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പ്, പുളി, എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇത് നമ്മൾ 5 മിനിറ്റ് വെന്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനായിരിക്കും ഗ്രേവി ഇതിനകത്ത് ഇരിക്കുക. നമുക്ക് ഇതിനകത്ത് പിന്നീട് മുളക് പൊടി, പുളിവെള്ളമൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇപ്പോഴേ നമുക്ക് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. കുറച്ച് വെള്ളം ഇറങ്ങും. അത് നമുക്കിത് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ വറ്റിക്കുകയും നമ്മുടെ ക്രാബ് കറി റെഡിയാവുകയും ചെയ്യും. മറ്റേ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചില്ലിട്ട് ഇടപത്തിച്ച് കഴിയുമ്പോൾ ഓരോ കഷ്ണം തിന്നാടി. ചക്ക ഉണ്ടാകുമ്പോൾ ചക്ക വറുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ ചേച്ചി നമുക്കുണ്ട് കൂട്ടിന്. എനിക്കിത് അരിയാനൊക്കെ ഉള്ളൊരു മടിയും കൊണ്ടാണ്. പിന്നെ വറുക്കുമ്പോൾ കുറേ നേരം നമുക്ക് വേണ്ടേ, അതായത് കുറച്ചേശല്ലേ വറുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മടിയാണ്. അപ്പോൾ അതാ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വറുക്കാനുള്ള ഉരുളിയൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചേക്കാം കേട്ടോ. എന്തായാലും വറുത്ത് തുടങ്ങാം. പിന്നെ നമുക്ക് സൈഡിൽ വെക്കേണ്ടത് കുറച്ച് വെള്ളം, നല്ലോണം ഉപ്പ് ഇട്ടിട്ട്, നന്നായിട്ട് ഉപ്പുണ്ടാവണം. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴുണ്ടല്ലോ ഉപ്പിൻ്റെ ചുക അങ്ങോട്ട് കട്ടയിലുണ്ടാവണം. അത് പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ വറുക്കുമ്പോൾ ചക്ക വറുക്കുമ്പോൾ അതിനകത്തേക്ക് ഇടുമ്പോൾ കുറച്ച് മഞ്ഞൾ നിറത്തിലായിട്ട് വറുത്ത് നമുക്ക് കോരിയെടുക്കാം. കുറച്ചിടല്ല, അത്ര ഇട്ടല്ലേ. ചക്ക വറുക്കുമ്പോൾ എണ്ണയിൽ മുങ്ങി നിൽക്കണം, അതായത് സ്പേസ് ഉണ്ടാവണം ചക്ക വറുത്തെടുക്കുമ്പോൾ. എന്നാലേ ആ ചക്ക നന്നായിട്ട് വറുക്കാൻ പറ്റുള്ളൂ. കുറച്ച് എണ്ണയിൽ കുറേ ചക്കയിട്ട് വറുക്കാൻ പറ്റില്ല.
ഉരുളിയിലിട്ട് ഇളക്കുമ്പോൾ കിളിങ് കിളിന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ചക്ക വറവായിട്ടുണ്ടെന്ന് മനസ്സിലായി നമുക്ക് കോരിയെടുക്കാവുന്നതാട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്രാബ് റോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ മസാലയൊക്കെ ക്രാബിനകത്ത് പിടിക്കുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്രാബ്, സ്പൈസി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്